ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫസ്ലുൻ ഫിൽ ഇസ്തിഫാദത്തി. സംഭരിച്ചെടുക്കുക, സമ്പാദിച്ചെടുക്കുക, ശേഖരിക്കുക. ഒരുപാട് ശേഖരിക്കണം, എന്നാലേ ഇൽമുണ്ടാവും. ആ ശേഖരിക്കലിന്റെ മാർഗങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഇപ്പൊ യംബഗി യകൂന താലിബുൽ ഇൽമി, ഇൽമു തേടുന്നവനാകൽ അത്യാവശ്യമാകും. മുസ്തഫീദൻ, അവൻ പ്രയോജനത്തെ തേടുന്നവനാകണം. ഫീ കുല്ലി വഖത്തിൻ, എല്ലാ സമയത്തും. പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും, പ്രത്യേകിച്ച് രാത്രി നല്ല ബുദ്ധിയൊക്കെ നല്ലോണം വർക്കുന്ന സമയം. ഹത്താ യഹ്സുല ലഹുൽ ഫദ്ലു, അങ്ങനെ അധ്വാനിച്ചു വരുമ്പോൾ അവനൊരു ഫദ്ലും ഒരു കമാലിയത്തും ഇൽമിനൊരു പൂർണ്ണതയൊക്കെ ഉണ്ടാവും. അപ്പൊ തരീഖുൽ ഇസ്തിഫാദത്തി, സമ്പാദിക്കുന്നതിന്റെ മാർഗം അയ്യക്കൂന മഅഹു, അവനോടുകൂടെ ഉണ്ടാകണം. ഫീ കുല്ലി വഖത്തിൻ, എല്ലാ സമയത്തും. മെഹബറത്ത്, മശുക്കുപ്പിയും ഭരണിയും. മജൂർണിയും കലമും. മജൂർണിയും കലമും നമ്മൾ ഉസ്താദ് പറഞ്ഞിരുന്നു. മജൂർണിയും കലം, മജൂർണി മഷിപ്പരണിന്നാ. ഹത്തായത്തുബ, അവൻ എഴുതണം. മായസ്മാവ്, കേൾക്കുന്നതിന്. മിനൽ ഫവായിദിൽ ഇൽമിയ്യ, വിജ്ഞാനപരമായ നേട്ടങ്ങളാൽ കേൾക്കുന്നതൊക്കെ എഴുതി വെക്കണം. ഖീല, പറയപ്പെട്ടല്ലോ, മൻ ഹഫിള ഫറ വമൻ കതബ ശൈഅൻ ഫറ. മൻ ഹഫിള ഫറ, മനപ്പാടമാക്കിയാൽ ഓടിപ്പോവും. കതബ ശൈഅൻ ഫറ, മനപ്പാടമാക്കിയാൽ നല്ലോണം മനപ്പാടമാക്കിയാൽ കുഴപ്പമില്ല. കാരണം പറയുന്നത് അങ്ങനെ പറയുന്നത് ഉലമാക്കന്മാരുടെ വായിൽ നിന്നും പഠിച്ചെന്ന് പറയുന്നത്. അപ്പം മനപ്പാടമാക്കിയാൽ ഓടും എന്നല്ലാൽ നല്ലോണം മനപ്പാടമാക്കാത്തതും മനപ്പാടമാക്കിയതിനു ശേഷം അതിന്റെ മുഖത്തത അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്തവനുമാണ് ആ പറയുന്നത് എന്ന് വെക്കേണ്ടി വരും. താഴെ പറയുന്നത് നോക്കുമ്പോൾ വക്കീല പറയപ്പെട്ടു, അല്ലിൽമു മാ യൂഖദു മിൻ അഫ്വാഹിർ റിജാൽ, വലിയ വലിയ ആലിമീങ്ങളുടെ വായിൽ നിന്നും പിടിക്കുന്നതാണ് ഇൽമു. ലിഅന്നഹും, അവർ യഹ്ഫദൂന, അവർ മനപ്പാടമാക്കും. അഹ്സനമായ യസ്മഊന, അവർ കേൾക്കുന്നതിന്റെ ഏറ്റവും മെച്ചമായതിനൊരു മനപ്പാടമാക്കി വെക്കും. യഖൂലൂന, അവർ പറയുകയും ചെയ്യും. അഹ്സനമായ യഹ്ഫദൂന, ഹിഫ്ള് ചെയ്തതിന് ഏറ്റവും അഹ്സന അതിനെ പറയുകയും ചെയ്യും. അവ ഇൽമു ആലിമീങ്ങൾ, മശൂറിനെയും കലമും മജൂറിനെയും കലമും മഷിയും പേനയും. ഇവ മുബ്തദീങ്ങളെ പേന കൊണ്ട് മൈലിയാമാർ എഴുതുന്നത്, ഡോട്ട് പെൻ കൊണ്ട് എഴുതുന്നത്. അത് ഡോട്ട് പെൻ എന്ന് പറയുന്ന സാധനം യഹൂദിയുടെ പെന്നല്ല. അതുകൊണ്ട് എഴുതിയാൽ ഒരു 8 കൊല്ലം അതിന് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ അത് പടർന്നു. മഷിപ്പേന കൊണ്ട് തന്നെ എഴുതണം. നമ്മുടെ നാടുകൾ കണ്ടില്ലേ, പ്രമാണം എഴുതുന്ന കണ്ടിട്ടില്ല. പ്രമാണം എഴുതാൻ മഷിപ്പേന ഉപയോഗിക്കുക. എന്നല്ല, ഈ മുത്തലീങ്ങളെ പേനയല്ല, യഹൂദി പേനയല്ല. യഹൂദി പേന കൊണ്ട് കിതാബിലെഴുതിയ കുർത്തകൾ കിട്ടുന്നു. നമ്മൾ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കേട്ടു. കാരണം കിതാബിനകത്ത് പിന്നെ ഒരു 8 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പടർന്നിങ്ങനെ ഇരിക്കും. മനസ്സിലായി? അപ്പൊ ആ പേന കൊണ്ട് എഴുതല്ലോ, മഷി മേടിച്ച് മഷിയുടെ പേന എഴുതി. അപ്പൊ കയ്യിൽ വെക്കാൻ കൗല്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയില്ല, സൂക്ഷ്മതയില്ല എന്നതിന്റെ അർത്ഥം. പള്ളിയിലൊക്കെ താമസിക്കും, ഭിത്തിയിലൊക്കെ തേക്കും. അപ്പൊ ഒരുപാട് കുറ്റം കിട്ടും അതിന്. ഏതായാലും മുത്തദീങ്ങളെ പേനയാണ് ഈ ഡോട്ട് പെൻ എന്ന് പറയുന്നത്. എന്റെ പേരെന്താ? ഡോട്ട് പെൻ. എന്റെ പേരെന്താ? ഡോട്ട് പെൻ എന്നാ? ബോളോ? ബോൾ പെൻ എന്നാണോ? ബോൾ പെൻ എന്ന് എന്റെ അർത്ഥം എന്തോ അങ്ങനെ ആയിരിക്കും. അല്ലാതെ പോട്ടെ, ഇനിയിപ്പോ അതിന്റെ സമയമില്ലോടെ. وسمعت الشيخ الأستاذ زين الإسلام المعروف بالأديب المختار എന്നൊക്കെയാണ് പേരാണ്. യഖൂൽ പറയുന്നു, ഖാല ഹിലാൽ ഇബ്നു യസാർ പറയുന്നു, റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളെ കണ്ടു. യഖൂൽ പറയുന്നതായി, ലി അസ്ഹാബി, തങ്ങളുടെ അനുജന്മാരോട് ഒരു വിഷയം പറയുകയാണ്. ശൈഅൻ മിനൽ ഇൽമി വൽ ഹിക്മ, നബി തങ്ങൾ വളരെ യുക്തിപരമായ ഇൽമുകളും നിയുക്തപരമായ ഇൽമുകളും അല്ലാത്ത ഇൽമുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും 3 പ്രാവശ്യം പറയുമെന്നും നബിയുടെ വർത്തമാനത്തിൽ നിന്ന് മനപ്പാടമാക്കാൻ പറ്റുന്നവർക്ക് മനപ്പാടമാക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട് ഹദീസിന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം ഞാൻ പറഞ്ഞു, തങ്ങളെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞാണ്, അഅദിലി മാ ഖുൽതന്ന്. ഫഖുൽതു യാ റസൂലല്ലാഹ് അഅദിലി മാ ഖുൽത, തങ്ങൾ പറഞ്ഞു എന്ന് എനിക്കൂടെ ഒന്നുകൂടെ മടക്കി തരണം. അപ്പൊ തങ്ങൾ ചോദിച്ചല്ല, മശുകുബി മേനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഫഖാലലി, തങ്ങൾ എന്നോട് ചോദിച്ചു, ഹൽ മഅക മിഹ്ബറത്ത്, മജൂറിനെയും കലമൊന്നും ഇല്ലേ?
കുപ്പിയും കലമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. മിഹ്ബറ ഇൽമ എടുക്കുന്ന എഴുതിയിട്ടുണ്ട്. നമ്മളെ സിറാജുലുലമയുടെ ഷെയ്ഖുനാന്റെ ഇൽമ. ഷെയ്ഖുനാന്റെ അടുത്തുനിന്ന് പരിപൂർണമായ ഒരു ആളാണ് ബുഖാരി. ആര്? സിറാജുലുലമ. ഈ കേസ് തന്നെ എടുത്തു. ആ തഹ്ഖീഖാത്ത് എല്ലാം സ്ഥാനം എടുത്തുണ്ട്, കുറിപ്പാത്തുകൾ. ഞാൻ ഈ റമദാൻ ശരീഫ് ആകുമ്പോൾ സ്ഥാനത്ത് പോയിരിക്കും. വീട്ടിൽ വെറുതെ 10 മണിക്ക് വരാൻ. 10 മണിക്ക് എന്ന അവസ്ഥ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്ക് അങ്ങനെ കുറച്ച് പിന്നെ അസറിനേഷം. അപ്പൊ ആ ബുഖാരി ശരീഫ് ഇങ്ങനെ വിശദീകരിച്ചു ഷെയ്ഖുനാന്റെ ഭയത്തെടുത്ത് പറഞ്ഞ ബുക്കൊക്കെ എടുത്തുണ്ട്. ആദ്യം നോക്കിയിട്ട് ആ ഭയത്ത് ഷെയ്ഖുനാന്റെ ഭയത്തോടെ ഫിറ്റാക്കും. ഇപ്പൊ മൈലാമരാരോ ഓതും. ഇപ്പോൾ ഓതി നമ്മളെ കിബറ് പോവില്ലേ? നമ്മൾ ഡിഗ്രി എടുത്തിട്ടൊക്കെ ഓതാൻ പോകുന്ന. പിന്നെ അടുത്ത ചോദ്യം, സിറാജുലുലമയുടെ പഠിക്കണം. ഇരുന്ന് നല്ല രസം, ഭയങ്കര ബർക്കത്തുള്ള ഇത്തിരി ഉണ്ടെങ്കിലും ഭയങ്കര ബർക്കത്ത്. ഞാനങ്ങോട്ട് വിട്ടാൻ അവിടെ അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വിടാൻ ഞാൻ കിട്ടുകയല്ല. ഞാനങ്ങോട്ട് വിട്ടേന് ഉസ്താദിന്റെ അടുത്ത് മാത്രം ബീത്തൊക്കെ കിട്ടി. അവിടെ ആയതുകൊണ്ട് തന്നെ മടിയുന്നില്ല. പോട്ടെ. റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലിയ സ്വഹാബി ഷൈമനൽ ഇപ്പൊ കുറിച്ച് യാ റസൂലല്ലാഹ്, ഇതിനകത്ത് ഇത് പിടിച്ചോട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞേക്കെ. ഫഖാല ലി ഹൽ മഅക മിഹ്ബറത്തുൻ ഫഖുൽതു മാ മഅി മിഹ്ബറത്തുൻ. മിഹ്ബറ ഇല്ല പിന്നെ എങ്ങനെയുള്ളത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹിലാൽ ലാ തുഫാരിഖിൽ മിഹ്ബറ. മിഹ്ബറത്തിനെ ആരാണ് ഒഴിവാക്കുന്നത്? അത് വേണ്ട. ഫഇന്നൽ ഖൈറ ഫീഹ, സർവ്വവിധമായ നന്മകളും മിഹ്ബറത്തിലും വഫി അഹ്ലിഹ, അതിന്റെ അകലിലുള്ളത്. ഇലാ യൗമിൽ ഖിയാമ. എന്താ ആ മിഹ്ബറത്ത്? പണ്ടുള്ള ആലിമീങ്ങൾ ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ വെമ്പൈനാടുള്ള ഉസ്താദ് ഇപ്പോഴും ഇങ്ങനെ എഴുതുന്നതാണ്. ആ കൈ നോക്കിയാൽ കറച്ചിരിക്കുക. ഇപ്പൊ സ്ഥാനപ്പേരെ കൊടുത്തല്ലോ സ്ഥാനം. മേമ്പട മുന്നേ പറയുന്നിട്ട് കാക്കാട് ഉസ്താദ് നമ്മളെ പിതാവിന്റെ ഉസ്താദാണ്.